ഡിസംബർ 20. ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഫിലോഗോണിയസ്, സീലോസിലെ വിശുദ്ധ ഡൊമിനിക്, വിശുദ്ധ അമ്മോൻ, വിശുദ്ധ സേനോ, വിശുദ്ധ തെയോഫിലസ്, വിശുദ്ധ ടോളമി, വിശുദ്ധ ഇഞ്ചൻ, ബ്രേഷ്യയിലെ വിശുദ്ധ ഡൊമിനിക്, വിശുദ്ധ എവൂജീൻ, വിശുദ്ധ മക്കാരിയസ്. സീലോസിലെ വിശുദ്ധ ഡൊമിനിക്. 1073 കാലഘട്ടത്തിലാണ് സീലോസിലെ വിശുദ്ധ ഡൊമിനിക് ജീവിച്ചിരുന്നത്. വിശുദ്ധ ഡൊമിനിക് സ്പെയിനിൽ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. റിയോജ എന്ന് ഇന്ന് വിളിക്കുന്ന സ്പാനിഷ് നവാറയിലാണ് ഡൊമിനിക്കിൻ്റെ ജന്മസ്ഥലം. ചെറുപ്പത്തിൽ ഏകാന്തത കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഡൊമിനിക് വയലുകളിൽ സമയം കൂടുതലായി ചെലവഴിച്ചിരുന്നു. ഒരു ബെനഡിക്റ്റൻ സന്യാസിയായി അദ്ദേഹം കൊഗാളയിൽ സാൻ മില്ലൻ ആശ്രമത്തിൽ ചേർന്നു. പ്രസ്തുത ആശ്രമത്തിലെ പ്രിയോരായപ്പോൾ ഡൊമിനിക്കും നവാറയിലെ രാജാവായ ഗാർസിയ തൃതീയനുമായി സ്വത്ത് സംബന്ധമായ പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. രാജാവ് അദ്ദേഹത്തെ നാടുകടത്തുകയും ചെയ്തു. പ്രാചീന കാസ്റ്റീലിലെ രാജാവ് ഫെർഡിനാൻഡ് പ്രഥമൻ ഫാദർ ഡൊമിനിക്കിനെ സ്വീകരിക്കുകയും സീലോസിലെ ആശ്രമം പുനരുദ്ധരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഡൊമിനിക് ഒരു പുതിയ ആശ്രമം സ്ഥാപിച്ചു. ഡൊമിനിക്കിൻ്റെ നേതൃത്വത്തിൽ അത് സ്പെയിനിലെ ഏറ്റവും പ്രശസ്തമായ ഭവനങ്ങളിൽ ഒന്നായി മാറി. ദൈവകൃപയാൽ പല രോഗശാന്തികളും അവിടെ നടന്നിരുന്നു. കലാപ്രേമിയായിരുന്ന വിശുദ്ധൻ സ്പാനിഷ് ക്രിസ്ത്യൻ കലാവസ്തുക്കളുടെ പ്രശസ്ത മാതൃകകൾക്കെല്ലാം പ്രചോദനം നൽകി. റൊമനസ് ശില്പമുറയിലുള്ള പ്രസ്തുത ആശ്രമം അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമായി ഇന്നും നിലകൊള്ളുന്നു. മുസ്ലിമുകളിൽ നിന്ന് ക്രിസ്തീയ അടിമകളെ സ്വതന്ത്രമാക്കുന്ന കാര്യത്തിലും അദ്ദേഹം പ്രശസ്തി നേടി. സ്പാനിഷ് ജനതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധനാണ് സീലോസിലെ വിശുദ്ധ ഡൊമിനിക്. ഓർഡർ ഓഫ് പ്രീച്ചേഴ്സിൻ്റെ സ്ഥാപകനായ ഡൊമിനിക് ഡി ഗുസ്മാൻ്റെ ജനനത്തിൽ ഡൊമിനിക്കിൻ്റെ ദേവാലയം ശ്രദ്ധേയമാണ്. ഡൊമിനിക് ഡി ഗുസ്മാൻ്റെ അമ്മ സീലോസിലെ വിശുദ്ധ ഡൊമിനിക്കിനോട് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ സീലോസിലെ ഡൊമിനിക് ഈ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഒരു കുഞ്ഞ് നിങ്ങൾക്കുണ്ടാകുമെന്ന് പറയുകയും ചെയ്തു. ഭാവിയിൽ ആ കുഞ്ഞ് ഡൊമിനിക്കൻ സഭയുടെ സ്ഥാപകനായി മാറുമെന്നും സീലോസിലെ വിശുദ്ധ ഡൊമിനിക് ആ അമ്മയോട് പറയുകയുണ്ടായി. അങ്ങനെ സീലോസിലെ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ വാക്കുകൾ അന്വർത്ഥമാകുന്ന വിധത്തിൽ ആ അമ്മയ്ക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകുകയും ആ കുഞ്ഞ് പിന്നീട് ഡൊമിനിക്കൻ സഭയുടെ സ്ഥാപകനായ ഡൊമിനിക്കായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഗർഭിണികളുടെ രക്ഷാധികാരിയായിട്ടാണ് സീലോസിലെ വിശുദ്ധ ഡൊമിനിക്കിനെ തിരുസഭ അംഗീകരിച്ചിരിക്കുന്നത്. സീലോസിലെ വിശുദ്ധ ഡൊമിനിക്ക് ഈ ലോകത്ത് വന്ധ്യയായിരിക്കുന്ന അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുവാൻ വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.